കടക്ക് പുറത്തെന്ന് പറയത്തില്ല, വീട്ടിൽ പോയി നിന്ന് പറയാൻ പറയത്തില്ല. കാരണം ഇന്നലെ തന്നെ പിന്നെ മാധ്യമപ്രവർത്തകരെ പിടിച്ചിട്ട് സെൽഫി എടുത്തതാണ് ഞങ്ങളുടെ വി ഡി സതീശൻ നേതാവ്. കായംകുളത്ത് നിന്നുള്ള ഒരു പെൺപടയാണ് കേട്ടോ. ഇതൊരു 4-5 പേരെ കാണുന്നുള്ളൂ. പായക്കല് കുറെ പേരുണ്ട്, അവരൊന്നും ഇവിടെ കാണുന്നില്ല. എന്തായാലും ഇവരെ നയിച്ചുകൊണ്ട് ചേട്ടനാണ് അവരുടെ ഗാർഡിയൻ. തീർച്ചയായിട്ടും ചേട്ടൻ. അപ്പൊ തന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ രൂപീകരിക്കുകയാണ്, UDF സർക്കാർ വരികയാണ്, 10 വർഷത്തെ ഭരണത്തിൽ നിന്നൊരു മോചനം ലഭിക്കുകയാണ്. ഈ സ്ത്രീകളുടെ ഗാർഡിയനായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ചേട്ടൻ പറയണം, ഇവരുടെ അതായത് ഈ സ്ത്രീ വിഭാഗങ്ങളുടെ ആ ഒരു പവർ ഇനി എങ്ങനെയായിരിക്കും? സ്ത്രീകളുടെ പവർ 100% ഒരു മുന്നേറ്റത്തിലേക്ക് കുതിക്കുകയായിരിക്കും. സ്ത്രീകൾക്ക് പരിപൂർണ്ണ സംരക്ഷണം നൽകുന്ന ഒരു ഭരണമായിരിക്കും കിട്ടാൻ പോകുന്നത്. മാത്രമല്ല അറിവും ബോധവും ബോധ്യവുമുള്ള തിരിച്ചറിവുമുള്ള ഒരു നേതാവാണ് വി ഡി സതീശൻ. കാരണം എല്ലാത്തിനെക്കുറിച്ചും നല്ല ബോധ്യമുണ്ട്. കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ചെയ്താൽ ജനങ്ങളെ തിരിച്ചറിയാൻ പറ്റും, ജനങ്ങളുടെ ആവശ്യങ്ങൾ, ഓരോ പ്രയാസക്കാരുടെയും ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ തിരിച്ചറിയുന്ന പച്ചയായ മനുഷ്യനാണ് വി ഡി സതീശൻ. രജനിയുടെ അഭിപ്രായം എന്താ? വി ഡി സതീശൻ ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം കണ്ടതാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ഡിപ്ലോമസി എന്ന് പറയുന്നത്. കാര്യം ആരെയും പടക്കാതെ എല്ലാവരെയും കൂട്ടി നിർത്തി, എന്നാൽ വേണ്ടതെല്ലാം ചെയ്തു. എന്ത് തോന്നുന്നു? ചേട്ടൻ പറയുന്നവരോട് അനുയോജിക്കുന്നു? തീർച്ചയായിട്ടും വി ഡി സതീശൻ സാറ് അധികാരത്തിലേറിയപ്പോൾ സ്ത്രീകളായ ഞങ്ങളും അതുപോലെ ഈ നാട്ടിലെ ഓരോ ജനതയും വളരെ ആവേശത്തിലാണ്. സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ പിണറായി സർക്കാർ കഴിഞ്ഞ 10 വർഷം ഈ നാട് കുട്ടിച്ചോറാക്കിയത് നമ്മൾ ഓരോരുത്തരും കണ്ടതാണ്. അതിൽ നിന്ന് ഈ നാടിനെ നല്ല ആവേശത്തോടുകൂടി, കാരണം ജനങ്ങളെല്ലാം ആവേശത്തിലാണ്. അപ്പം ഞങ്ങൾ 100% സാറ്റിസ്ഫാക്ഷനാണ്. ഞങ്ങൾ കായംകുളത്തു നിന്ന് വന്നവരാണ്. വി ഡി സതീശൻ സാറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വന്നതാണ്. അതും പ്രത്യേകിച്ച് ഞാനൊരു കായംകുളത്തുകാരിയാണ്. ഞങ്ങൾക്ക് MP ഇല്ലായിരുന്നു, MLA ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്കൊരു നാഥനുണ്ടെന്നുള്ളതായി. ഞങ്ങൾക്കൊരു മന്ത്രിയും കൂടെ ലഭിച്ചിരിക്കുകയാണ്. M. ലിജു മന്ത്രിയായിരിക്കുകയാണ്. വളരെയധികം സന്തോഷവതിയാണ് ഞാനും ഞങ്ങളുടെ നാട്ടുകാരും ഈ പറഞ്ഞ കേരള ജനതയും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ കഴിഞ്ഞ മുഖ്യമന്ത്രിയോട് മിണ്ടാൻ പാടില്ലായിരുന്നു. ആ ഒരു മാറ്റം, അതിനൊരു മാറ്റം ഇവിടെ ഉണ്ടാകുമോ? ഇല്ല, തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം കടക്ക് പുറത്തെന്ന് പറയത്തില്ല, വീട്ടിൽ പോയി നിന്ന് പറയാൻ പറയത്തില്ല. കാരണം ഇന്നലെ തന്നെ പിന്നെ മാധ്യമപ്രവർത്തകരെ പിടിച്ചിട്ട് സെൽഫി എടുത്തതാണ് ഞങ്ങളുടെ വി ഡി സതീശൻ നേതാവ്. അപ്പം ഞങ്ങൾക്കെല്ലാം നല്ല പൂർണ്ണ സന്തോഷമാണ്. ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഈ മനുഷ്യൻ മുഖ്യമന്ത്രി ആവണമെന്ന് പറഞ്ഞ് ഈ പ്രദേശങ്ങളിലെല്ലാമായിട്ടും ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് സംസാരിച്ചതും സ്ത്രീകളാണ്. കാരണം സ്ത്രീകൾക്ക് പൂർണ്ണ സംരക്ഷണവും സുരക്ഷിതത്വവും നടപ്പിലാക്കുമെന്നുള്ള പൂർണ്ണ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതായത് നമ്മളെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന സാധനം ജനങ്ങളെ കൂട്ടിപ്പിടിക്കാനുള്ളതാണ്. അതേ സ്ഥാനത്ത് കടക്കട പുറത്ത് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയല്ല ഞങ്ങൾക്കിപ്പം കിട്ടിയത്. ഞങ്ങൾ അഭിമാനമാണ്. ഇനിയങ്ങോട്ടൊരു മാതൃകയാണിത്. ഇനിയങ്ങോട്ടുള്ള കേരളത്തിൻ്റെ ഒരു മാതൃകയാണ് ഞങ്ങളെ മുഖ്യമന്ത്രി. അത്രയും നല്ലൊരു മുഖ്യമന്ത്രി ഇനി ഇതുവരെ കിട്ടിയിട്ടില്ല, ഇനി അങ്ങോട്ട് കിട്ടുവാൻ പോകുന്നുമില്ല. ആ തുടർ ഭരണം കാഴ്ചവെക്കാൻ പോലും അന്തസ്സും അഭിമാനവുമുള്ള വിദ്യാഭ്യാസമുള്ള ഒരു മുഖ്യമന്ത്രിനെ ഞങ്ങൾക്ക് കിട്ടി. കൂടെ വിദ്യാഭ്യാസമുള്ള മറ്റുള്ള മന്ത്രിമാരെയും കിട്ടി. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചിട്ട് പോവാൻ ഞങ്ങളും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങൾ നാദാപുരത്തു നിന്നാണ് വന്നത്. പക്ഷേ ഞങ്ങൾ ജില്ലക്കൊരു മന്ത്രി ഇല്ലാത്ത ഒറ്റൊരു വിഷമം, അതല്ലാത്ത ബാക്കി എല്ലാം കൊണ്ടും ക്ലിയറാണ്. ഒരു പൊളി പൊളിക്കും. അത് തന്നെ ഞങ്ങൾ കൂടെ നിന്നിട്ട് പൊളിക്കും. അതിൽ UDF സർക്കാർ നമ്മൾ പൊളിക്കും.